ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പിക്കുന്ന ആദ്യത്തെ ടീമായിട്ട് മാറുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻ. പഞ്ചാബ് എഫ് സിക്കെതിരെ ആധികാരികമായിട്ടുള്ള 3-0 എന്ന് പറയുന്നൊരു വിജയം നേടിയിട്ടാണ് ആ പ്ലേ ഓഫ് ഉറപ്പിക്കുന്നത്. പ്ലേ ഓഫ് മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ ആ ഷീൽഡ് അങ്ങോട്ട് എടുത്ത് കൊടുത്തേക്കണം എന്നുള്ളതാണ് തോന്നുന്നത്. ആ ലെവലിലുള്ള പെർഫോമൻസാണ്. ഇപ്പം രണ്ടാം സ്ഥാനത്തേക്ക് ജംഷഡ്പൂരുമായിട്ട് ഏതാണ്ട് 12 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നിലവിൽ മോഹൻ ബഗാൻ നിൽക്കുന്നത്. ജംഷഡ്പൂർ 2 മാച്ച് കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടി എനിക്ക് തോന്നുന്നത് ഇനി ഒരു മടങ്ങിപ്പോക്ക് ഒന്നാം സ്ഥാനത്ത് നിന്ന് മോഹൻ ബഗാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ആ ഒരു പെർഫോമൻസാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് മോഹൻ ബഗാൻ കളിക്കാനായിട്ട് പോകുന്നത്. അത് വേറൊരു കാര്യം. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും പഞ്ചാബ് എഫ് സി കുറച്ച് ഡിഫെൻസീവായിട്ടുള്ളൊരു പ്ലാനിലാണ് ആദ്യ പകുതി കളിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കുറേയൊക്കെ വർക്കൗട്ടായി. അതായത് ഗോളുകളിലേക്കൊന്നും എത്താനായിട്ട് സാധിച്ചില്ല. ചില അവസരങ്ങൾ സൃഷ്ടിക്കുകയും ഷോട്ടുകൾ ഉതിർക്കുകയും അങ്ങനത്തെ സാഹചര്യങ്ങളിലേക്കൊക്കെ വന്നെങ്കിൽ അത് ഗോളായിട്ട് മാറിയില്ല. പഞ്ചാബി പറഞ്ഞ പോലെ കുറച്ച് സിറ്റ് ബാക്ക് ചെയ്ത് കളിക്കുക എന്ന് പറയുന്നൊരു രീതിയാണ്. ഒരു ഡിഫെൻസീവായിട്ടുള്ളൊരു ഫോർമേഷനും ഒക്കെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ ആദ്യ പകുതിയിൽ സഹലിന് എഗെയിൻ ഇഞ്ചുറി പറ്റുന്നു. ഒരു നിരാശപ്പെടുന്ന കാര്യം തന്നെയാണ്. കാരണം ഈ സീസൺ നോക്കുവാണെങ്കിൽ നിരന്തരം അദ്ദേഹത്തിന് ഇഞ്ചുറി നേരിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. സോ അദ്ദേഹം തിരിച്ചു വരുന്നു, ഒരു ഫിറ്റായിട്ട് വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇഞ്ചുറി പറ്റുന്നു എന്ന് പറയുന്നത് നമ്മുടെ മോഹൻ ബഗാൻ്റെ മാത്രമല്ല നാഷണൽ ടീമിൻ്റെയും വളരെ പ്രധാനപ്പെട്ട താരമാണല്ലോ സാഹിൽ. പിന്നെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴത്തേക്കും മോഹൻ ബഗാൻ മറ്റ് ചേഞ്ചസ്, ഇപ്പോൾ ആശിഷ് റായിയെ മാറ്റി ഇപ്പോൾ ലെഫ്റ്റ് ബാക്കിലേക്ക് ആഷിഖ് കുർണിയനെ കൊണ്ടുവന്നു. അങ്ങനെയുള്ള ചേഞ്ചസ് പറ്റി. പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ഫുട്ബോൾ പഞ്ചാബ് എഫ് സി കളിച്ചു. ആദ്യ പകുതിയെ അപേക്ഷിച്ച് കുറച്ച് അറ്റാക്കിംഗ് മൂവ്സൊക്കെ ബാക്ക് ടു ബാക്ക് സംഭവിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ഒരു നല്ല ചാൻസ് വിദാല് കൊടുത്തത് പെട്രോസ് പക്ഷേ പോസ്റ്റിൽ അടിച്ച സാഹചര്യത്തിലേക്ക് വന്നു. പക്ഷേ വിത്തിൻ മിനിറ്റ്സ് മോഹൻ ബഗാൻ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. മക്ലാർണിലൂടെ ആദ്യത്തെ വെടി പൊട്ടിച്ചു. അതിനുശേഷം ലിസ്റ്റൺ രണ്ടാമത്തെ ഗോള് അടിച്ചു. അതിനുശേഷം കളി സീൽ ചെയ്യുന്ന തരത്തിൽ 89ാമത്തെ മിനിറ്റിൽ ഈ പറയുന്ന പോലെ എഗെയിൻ മക്ലാർൺ ഒരു ഗോൾ അടിച്ചു. അതൊരു മിസ്റ്റേക്കാണ്, മൂന്നാമത്തെ ഗോള് ഡിഫെൻസീവ് മിസ്റ്റേക്ക്, ആശിഷ് പ്രധാൻ നടത്തിയ മിസ്റ്റേക്ക്. അത് കമ്മിൻസ് കൃത്യമായിട്ട് വാച്ച് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലുകളിൽ തട്ടിയിട്ടത് മക്ലാറിന് കിട്ടി. അങ്ങനെയാണ് തേർഡ് ഗോൾ വരുന്നത്. രണ്ടാം പകുതിയിൽ ചില ശ്രമങ്ങളൊക്കെ നടത്തി, എസ്പെഷ്യലി ഇപ്പോൾ മാച്ചനെയും അതുപോലെ ഫിലിപ്പിനെയൊക്കെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് നിഹാൽ, സുഹൈൽ, അങ്ങനെയുള്ള പല താരങ്ങളെയും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൊണ്ടുവന്നു. പക്ഷേ ഇതൊന്നും ഒരു പ്രോപ്പറായിട്ടൊരു എഫക്റ്റീവായിട്ടുള്ള തരത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഇപ്പം മക്ലാറിനാണ് ഒരു മികച്ച പ്രകടനം നടത്തി 2 ഗോളുകൾ അടിച്ചു എന്ന് പറയുമ്പോഴും ദീപേന്ദു വിശ്വാസം എന്ന് പറയുന്ന താരത്തിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. ഡിഫെൻസീവ്ലി അദ്ദേഹത്തിൻ്റെ ഒരു പഞ്ചാബ് ഒരു ഗോളെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മികച്ച പ്രകടനം വന്നില്ലായിരുന്നെങ്കിൽ അടിച്ചേനെ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അത്രമേൽ മികച്ച പ്രകടനം, പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ സെൻട്രൽ ബാക്കായിട്ടും രണ്ടാം പകുതിയിൽ റൈറ്റ് ബാക്കായിട്ടും ഒക്കെ അദ്ദേഹത്തിന് ഒരു മികവാർന്ന പ്രകടനം നടത്താനായിട്ട് സാധിച്ചു. എന്താണെങ്കിലും പഞ്ചാബ് എഫ് സിയുടെ ഈ ഒരു തോൽവി കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഡ്രോ ആയിരുന്നെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് മുകളിൽ വരാനുള്ളൊരു സാഹചര്യമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും അത് സംഭവിച്ചില്ല എന്നുള്ളൊരു കാര്യം പറയണം. പിന്നെ ഗ്രെഗ് സ്റ്റുവർട്ടിന് ഈ ഒരു മാച്ചിൽ യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സസ്പെൻഷനാണ്. അടുത്ത മത്സരത്തിൽ സ്വാഭാവികമായിട്ടും കളിക്കില്ല എന്ന് പറയുന്ന ഫാക്ടറുണ്ട്. എന്നിരുന്നാൽ പോലും അവർക്ക് പകരം വെക്കാൻ മറ്റ് താരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊരു പ്രശ്നമായിട്ട് മാറില്ല. സോ ഷീൽഡ് ഉറപ്പിക്കുന്ന ഒരു മത്സരമായിരിക്കും KBFCക്കെതിരെ എന്നുള്ളതുമൊക്കെ നമുക്ക് കണ്ടറിയേണ്ട ഒരു ഫാക്ടറാണ്. പിന്നെ മറ്റ് മത്സരങ്ങളും ഉണ്ട്. ഇപ്പോൾ ഗോവയ്ക്കെതിരെയും ജംഷഡ്പൂരിൻ്റെയും ഒക്കെ മത്സരങ്ങളൊക്കെ വരാനിരിക്കുന്നു. അപ്പം ആ ഒരു റിസൾട്ടും കൂടിയൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. ഷീൽഡ് ഒരു കംപ്ലീറ്റ്ലി എങ്ങനെ നിർണ്ണയിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും. സെനിങ് ഓഫ്.